ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ചെമ്മീൻ ഇലയടയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ കണ്ണൂരുകാർക്ക് പലർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും ഇത്. ചെമ്മീനിൽ ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് വാഴയിൽ പത്തിരി പരത്തിയിട്ട് അത് ആവിയിൽ വെച്ച് വേവിച്ചിട്ടാണ് ഈ ഇലയട ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓളിന് സെലക്ട് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കീപ് വാച്ചിങ് ഗായ്സ്. ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. സാധാരണയായിട്ട് ചെയ്യുന്നത് പോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീനൊന്ന് ഹാഫ് കുക്കായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാളയും ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഫില്ലിങ് തയ്യാറായി. ഇനി പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കുഴച്ചെടുക്കണം. ഉപ്പും വെള്ളവും അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് വാഴയിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തി എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചെമ്മീൻ്റെ ഫില്ലിങ് അതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഈവനിങ് സ്നാക്കിനൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.